നമസ്കാരം. ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യം ഉയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശനിയാഴ്ച രാത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം കടുപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച 2 IRGC ബോട്ടുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച ബന്ദർ അബ്ബാസിലെ മിസൈൽ കേന്ദ്രങ്ങളുമാണ് തകർത്തത്. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വൻ വ്യോമാക്രമണത്തെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനും ഗൾഫിലെ US സഖ്യരാജ്യങ്ങൾക്കും നേരെ തിരിച്ചടിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴുണ്ടായ പുതിയ US ആക്രമണം നിലവിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുമ്പോഴും അനാവശ്യ ധൃതി വേണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചകളിൽ US പ്രതിനിധികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരുവിധ പിഴവുകളും സംഭവിക്കരുതെന്നും ധൃതി പിടിച്ച് ഒരു കരാറിലും ഒപ്പുവെക്കേണ്ടതില്ലെന്നും ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇറാനെ ഒരു തരത്തിലും ആണവായുധങ്ങൾ വികസിപ്പിക്കാനോ സ്വന്തമാക്കാനോ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സമാധാന ചർച്ചകൾ വളരെ കൃത്യതയോടെയും പിഴവുകളില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഓർമ്മിപ്പിച്ചു. ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം. ഇതിൽ ഒരുവിധ തെറ്റുകളും സംഭവിക്കാൻ പാടില്ല, ട്രംപ് കുറിപ്പിൽ വ്യക്തമാക്കി. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രതികരണം. കരാറിൽ ധാരണയായിട്ടുണ്ടെങ്കിലും ചില പോയിന്റുകളിൽ തീരുമാനമാകും വരെ ഒപ്പുവെക്കേണ്ടതില്ലെന്നാണ് US തീരുമാനം. US ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമാകുക എന്നത് സമയത്തിന്റെ മാത്രം പ്രശ്നമായിരിക്കെ വിഷയത്തിൽ ഉടക്കിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരികയുണ്ടായി. ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യം ഉയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ അമേരിക്ക കടന്നുകയറി ആക്രമിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വെടിനിർത്തൽ കരാർ എന്ന ഒരു തീരുമാനത്തിലേക്ക് അടുത്തപ്പോഴും ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇടപെടുകയും ഇത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ചർച്ചകളിലേക്ക് നീങ്ങിയതും ഒരു ശാശ്വത പരിഹാരമായി വെടിനിർത്തലിലേക്ക് പോയതും. പക്ഷേ ഏതൊരു നിമിഷവും വീണ്ടും ഇറാനെ ആക്രമിക്കുക എന്നത് തന്നെയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം.